മൂന്ന് കുട്ടികൾ നടന്നു വരുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഞങ്ങളും കളിക്കാൻ വരട്ടെ, എൻ്റെ കയ്യിൽ ബോളുണ്ട്. അവർ അങ്ങനെ വരാൻ പറഞ്ഞു. അവർ നടന്നു പ്രാക്ടീസ് ചെയ്ത് കളിക്കാൻ സ്ഥലമിട്ടിട്ട് ആ ഒരു കുട്ടിക്ക് ബോൾ ചെയ്യാൻ വയ്യ. അതിനാൽ മറ്റൊരു കുട്ടി ബോൾ മേടിച്ചു. ബോളിംഗ് സ്ഥലത്തോട്ട് ചെന്നിട്ട് ആ കുട്ടി ബോൾ ചെയ്തു. അടുത്ത ബാറ്റർക്ക് അവിടെ നിന്ന് വെയിൽ കൊള്ളുന്നു മുഖത്തോട്ട്. അതിനാൽ അപ്പുറത്തെ സ്ഥലത്തോട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്നു. ബോളർ അപ്പുറത്തെ സൈഡിലോട്ടും പോയി. അങ്ങനെ ബാറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഓടി അപ്പുറത്തെ സൈഡിലോട്ട് നിൽക്കുന്നു. അങ്ങനെ ബോൾ എറിഞ്ഞു. ഫസ്റ്റ് ബോൾ എറിഞ്ഞ് ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ആ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എന്നൊക്കെ. ഇനി ആ വീട്ടിൽ പോയി എടുക്കണം, എന്തിനാ അടിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മതിലെ അടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അന്നേരം വേറൊരു കുട്ടി പറഞ്ഞു, ഇവിടെ കയറാൻ പറ്റത്തില്ല. 15 വർഷത്തിന് മുമ്പ് രണ്ട് പേര് ഇവിടെ മരിച്ചതാണ്. അതിനാൽ ഇവിടെ കയറാൻ പറ്റില്ല. എനിക്ക് പേടിയാവുന്നു, ഞാൻ പോട്ടെ. അന്നേരം ബോളറിൻ്റെ ഫ്രണ്ട് വന്നു. ആ ഫ്രണ്ടിനോട് ചോദിച്ചപ്പം പറഞ്ഞു, അവിടെ കയറാൻ പറ്റത്തില്ല. അവിടെ രണ്ട് പേര് 15 വർഷത്തിന് മുമ്പ് തൂങ്ങിച്ചത്തതാണ്. അതിനാൽ അവിടെ കയറാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് മതിലിയാടാന്ന് വിചാരിച്ചപ്പോൾ മതിലിയാടാൻ പറ്റത്തില്ല. മതിലിൻ്റെ താഴ്വശമെല്ലാം ഇടിഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ സഹായിക്കും ആ കുട്ടിയും ചെറുതും. ആ മതിലിടിഞ്ഞ് കാരണം അവർക്കൊട്ട് മതിലിയാടാൻ പറ്റത്തില്ല. സഹായിക്കാമെന്നും പറഞ്ഞു പോയി. അന്നേരം ബാറ്റർ പറഞ്ഞു, ബാറ്ററിന് പേടിയാവുന്നു, ബാറ്റർ പോവാമെന്നും പറഞ്ഞ് ബാറ്റർ പോയി. അങ്ങനെ അവർ 4 പേരും കൂടെ ആ വീട്ടിൽ കയറി ബോൾ എടുക്കാൻ തീരുമാനിച്ചു. അവരകത്തോട്ട് കയറി. കാരണം ഗേറ്റ് പൂട്ടിയിട്ടെങ്കിലും ആ ഗേറ്റ് തുറക്കുന്നു. അങ്ങനെ അവർ ആ ഗേറ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തിപ്പൊളിക്കാൻ നോക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ അവർ ആ ഗേറ്റ് തുറന്നു വീട്ടിനകത്തോട്ട് കയറുന്നു. അങ്ങനെ ഗേറ്റ് തുറന്ന് വീട്ടിനകത്തോട്ട് എല്ലാവരും കയറി. അതിന് ഒരു കുട്ടിയെ കാണാനില്ല. ആ കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിയുടെ കൂടെ എല്ലാവരും വന്നു. ആ കുട്ടിയും ചെരുപ്പൂരി അകത്തോട്ട് കയറുന്നു. അങ്ങനെ അവർ ആ കതവും തുറന്നു അകത്ത് കയറിയപ്പം ഭയങ്കര അവിടെ കയറാം എന്ന് പറഞ്ഞു. കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത്. അവർ അകത്തോ കയറി. അന്നേരം തനിയെ ആ കതവടഞ്ഞു, പകുതി അടഞ്ഞു. അന്നേരം അവർ ആ റൂമിലോട്ട് ചെന്നപ്പോൾ ലൈറ്റ് ഓഫ് ആയി നിൽക്കുന്നു. അങ്ങനെ അവർ പേടിച്ച് അടുത്ത റൂമിലോട്ട് കയറി പേടിച്ച് കതവ് ചാടി. അന്നേരം അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അത് ഞാൻ തലയാട്ടി നോക്കുന്നു. അതിന് ജീവനുള്ളത് മനസ്സിലായി. അങ്ങനെ അകത്തോട്ട് കയറി അവർ നോക്കിയപ്പോൾ ചാടി എണീറ്റു. അന്നേരം ഒരു റൂമിലിട്ട് ചെന്നു. അവർ അങ്ങനെ നോക്കിയപ്പോൾ കഥ അടച്ചിട്ട് ആ ലൈറ്റ് കിടന്ന് മിന്നുന്ന കാരണം ഒരു കുട്ടി ചെന്ന് ഓഫായി നോക്കുന്നു. ഓഫാക്കിയിട്ട് ആ കുട്ടി ഓടി വരുന്നു. അങ്ങനെ അവർ ആ റൂമിലോട്ട് കയറും. അവർ